നമസ്കാരം, ആർജിഎൽ ഹോം കെയറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സാധാരണ ഒരു ATM മെഷീനിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ എങ്ങനെയാണ് പൈസ എടുക്കേണ്ടത്. എന്നാൽ ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിൽക്ക് ATM സ്റ്റാർട്ട് ചെയ്യുന്നു. മിൽക്ക് ATMിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പാലെടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പതിവുപോലെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണ് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല ബെൽ ബട്ടൺ നൽകുക. നമുക്ക് തുടർന്ന് വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ ഒരു മിൽക്കയുടെ ATM ആണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഒരു മിൽക്ക് ATM. നിങ്ങൾ കണ്ടു, ഇതൊരു മിൽക്കോ സ്ഥാപിച്ച മിൽക്ക് ATM ആണ്. സാധാരണ ATM മെഷീൻ കാണുന്നത് പോലെ ഒരു കൗണ്ടർ ഉണ്ടാകും. ഇവിടെ നമ്മൾ പൈസ പുറത്തേക്ക് വരുന്നതിന് പേര് നിങ്ങൾ കാണുന്നുണ്ട്. ഒരു പാൽ പാത്രമാണ്. ആ ഒരു പാത്രത്തിലാണ് സാധാരണ പാൽ നിറയുന്നത്. ഈ പാല് നിറയുമ്പോഴാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ, വിവിധ ഡിജിറ്റിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു കൗണ്ടറിൽ, ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ പൈസ നിക്ഷേപിക്കുക. ഇവിടെ 50 രൂപയാണ് ഇടുന്നത്. നിങ്ങൾക്ക് 10ന്റെ കോയിൻ താഴെ കാണുന്നതിൽ ഇടാം. അതേപോലെ തന്നെ 10 രൂപ, 20 രൂപ അങ്ങനെയൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ പൈസ ഇട്ടതിന് ശേഷം നമ്മൾ നോക്കുക, ഇതിൽ നമ്മൾ മിൽക്ക് ഡിസ്പെൻസ് എന്ന് അടിക്കുക. അപ്പോൾ മിൽക്ക് ഡിസ്പെൻസിൽ അടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ സാധാരണ പാല് ആ ചേമ്പറിലേക്ക് നിറയുന്നതാണ്. ആൾറെഡി അവിടെ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ ആൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള പാല് കൃത്യം അളവിൽ തന്നെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നോക്കുക, അത് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാല് വന്നുകൊണ്ടിരിക്കുകയാണ്. പാല് വന്നതിന് ശേഷം മാത്രമേ ആ ചേമ്പറിൽ നിന്നും ആ പാത്രം എടുത്തിട്ട് നമ്മൾ ഒരു പ്രത്യേകമായ ഒരു കുപ്പി കൊണ്ടുപോവുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് പാല് ഒഴിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുപ്പി എടുക്കാൻ പാടില്ല. നേരത്തെ അതിൽ കാണിച്ചു, പാല് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ചേമ്പർ തുറന്ന് കുപ്പി എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസറുണ്ട്, അതുകൊണ്ട് അത് പാല് വരുന്നത് കട്ടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുപ്പിയിൽ നമുക്ക് നിറച്ചെടുക്കാവുന്നത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്, നമുക്ക് കാർഡ് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഈ പാലെടുക്കാവുന്നതാണ്. അതിന് കാർഡ് അവൈലബിൾ ആണ്. കാർഡ് ഇതേപോലെ നമ്മൾ എടുക്കുക. അത് നമ്മൾ കൃത്യമായിട്ട് അളവ് സെലക്ട് ചെയ്യുക, എത്ര ലിറ്ററാണ് വേണ്ടതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ കാർഡ് ജസ്റ്റ് ആ ATM മെഷീൻ ഒന്ന് സ്വൈപ്പ് കാണിച്ചാൽ മതി. ആ സെൻസർ വഴി പൈസ കട്ട് ചെയ്ത് നേരത്തെ കാണിച്ചതുപോലെ പാല് വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.